എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും പുണർന്നുപോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വരമണ്ഡലം പാടി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതായ തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നാമത്തെ ഭാഗമാനാണ് പങ്കുവെച്ച് ഇപ്പോൾ ആരംഭിക്കുകയാണ്. പടപടിയാകുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അടുത്ത വരവ്
എല്ലാവർക്കും നിർമ്മാണങ്ങൾക്കും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കേന്ദ്രസ്ഥാനമായ ബംഗളൂരിലുള്ള 250 തരം കുടുംബങ്ങളെ വർഗീകരിച്ചാണ് ഞാൻ എടുക്കുന്നത്. നല്ല പ്രവർത്തകയും ഒക്കെ ആയിരിക്കുന്ന ആൻറ്റിയുടെ ഈ കുടുംബത്തിൻ്റെ നാഥിൻ്റെ ദേഹവിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കുള്ള അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിൻ്റെ ദേഹാവിയോഗത്തോടൊപ്പത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാത്തിലും വിശ്വസിക്കുന്ന നാമത്തിൽ അറിയിക്കുന്നു. പ്രിയ പിതാവിൻ്റെ മരുമകൻ പ്രിയ രാജാൻ്റെ ചർച്ചിലെ ശുശ്രൂഷകനായി ഞാൻ 3 വർഷം ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. വളരെ നാളുകളായി ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇളയ മകൻ സിസ്റ്റേനും ഹസ്ബൻഡ് രാജി പ്രിയപ്പെട്ടവർ ചില വർഷങ്ങളായി ഇവിടെയുള്ള ചർച്ചയിൽ ശുദ്ധന്മാരോടും ഈ സഭയിലായിരിക്കുന്ന ദൈവജനത്തോടും ഞാൻ ആരാധന പറഞ്ഞു കാവോസിലും ദേവദാസന്മാരെ കുടുംബങ്ങളോട് ദേശത്തിൻ്റെ പോലുള്ള ദേവദാസന്മാരെ കുടുംബങ്ങളോട് അതേപോലെ സഭയായിരിക്കുന്ന മുറ്റുകളിലെ ദേവദാസന്മാരെ വിശ്വാസി മക്കൾ വന്നിരുന്നാലും അതായത് 10 സഹോദരന്മാർ രണ്ടുപേർ കുടുംബമായി ചെറിയ സാക്ഷ്യം ലഭിക്കുന്നു. പ്രത്യാശയോടെ ലോകം വിട്ടകലെ നടത്തിയ Viశ్వాస
യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഈ മൃതദേഹം നാം ഇവിടെ സംസ്കരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ തന്നോടൊരുമിച്ച് ആകാശമേഘങ്ങളിലേക്ക് കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടുമെന്നുള്ള ആ വലിയ പ്രത്യാശയാണ് ദൈവമക്കളുടെ മുൻപിൽ അവശേഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ എല്ലാം രത്നചുരുക്കം അത് തന്നെയാണ്. മറ്റൊന്നും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നേടുവാനായിട്ടില്ല. നമുക്കറിയാം, എന്തെല്ലാം നേടിയാലും അതെല്ലാം ഒരു നിമിഷത്തിൽ വിട്ട് പോകുകയാണ്. നിൽക്കുന്നവരോട് കേൾക്കുന്ന ശബ്ദം അത് ഭയങ്കരമാണ്. ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് കർത്താവ് പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രക്ഷകനായി കൃപാദാനം നൽകുന്നവനായി മനസ്സലിവും കരുണയുള്ളവനായിരിക്കുന്ന നമ്മുടെ കർത്താവ് അന്ന് ന്യായാധിപനായി സിംഹാസനത്തിൽ ഇരുന്നള്ളും. ദൈവത്തിന് സ്തോത്രം. ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അതേ ഭൂമി കർത്താവ് തന്റെ ശ്വാസത്താൽ ചുട്ടയിച്ചു കളയും. ഈ ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തി അഴിയും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം പറയാതെ തന്നെ ശാസ്ത്രലോകം വിളിച്ചു പറയുന്നു. ആ ദൈവത്തിന്റെ വലിയ സൂക്ഷിപ്പെന്ന് എനിക്ക് പറയുവാനുള്ളൂ. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു